വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായില്ലേ ലോങ് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡൈൻ മൈ ലൈഫ് എന്ന് പറയാം കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങും കൂടെ ആയിട്ടുണ്ട്. നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ക്ലീനിങ് വീഡിയോസ്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു ചെറിയ രീതിയിൽ ഡീപ്പ് ക്ലീനിങ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ, നടക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ അത് കണ്ടോ, നമ്മളവിടെയൊക്കെ ഫുള്ള് റബ്ബർ നോട്ടോടെ. ഇവിടെ ഇതിൻ്റെ ബാക്കിൽ തോടാട്ടോ, തോട്ടിക്കൊന്നും പോകണില്ല. സന്ധ്യ നേരമാണ്, വല്ല പാമ്പോ വഴിച്ചെന്തുക്കളോ ഒന്ന് കടിച്ചാൽ നല്ല പണി കിട്ടും. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസിന് കമൻറ്റ് ഇടാനും ലൈക്ക് ഇടാനും ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാനുള്ള ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് ഊരാൻ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും പിന്നെ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാനും മക്കളും കൂടെ വീടിനകത്തുള്ള മാറാലകളൊക്കെ തട്ടിക്കളയാൻ വേണ്ടി. അപ്പോൾ അത് എന്നെ സഹായിക്കാൻ എന്ന പേരിൽ എൻ്റെ 2 പോക്കിരിക്കുട്ടന്മാരും എൻ്റെ കൂടെയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം 1 മാസത്തിനോട് അടുത്തായി. നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിയത് നമ്മളെ വീട്ടിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലും കാര്യത്തിലായിരുന്നു നമ്മൾ ഇത്ര ദിവസം വീഡിയോയും കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഞാൻ നല്ല രീതിക്ക് വീഡിയോ എടുത്ത്, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഞാൻ വീഡിയോ എടുത്ത് നല്ല രീതിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് എഴുതുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. പിന്നെ നമുക്കത് പറ്റുന്നില്ല. പക്ഷേ നമുക്ക് നോക്കാം, ഒക്കെ ശരിയാവുമെന്ന് എഴുതുന്നു. പിന്നെ നമ്മൾ അത്രയും എടുത്ത് വെച്ച വീഡിയോ എല്ലാം വോയിസ് വെക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മളെ തക്കൊടുക്കുട്ടന്മാർ അവരുടേതായ പണികൾ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇച്ചൂസിന് ബാഗ് കൊടുത്ത് അടിച്ചു, ബാഗ് കഴുകണം പറഞ്ഞിട്ട് അവൻ്റെ ബാഗ് കൊടുത്താണ്. ഇത് ഏകദേശം അവൻ്റെ എക്സാമിന് മുന്നേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5-ാം തീയതി ആയിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ എല്ലാ റൂമും നന്നായിട്ട് തന്നെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ വീട്ടിലൊരു കുഞ്ഞു തെങ്ങും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കുഞ്ഞിക്കൈകൾ എല്ലായിടത്തും എത്തുന്നുണ്ട് കേട്ടോ. അതൊരു തരത്തിൽ നല്ല കാര്യമായിട്ടോ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ മക്കളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലൊക്കെ അവർക്കും അതൊരു ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ കുറേയൊക്കെ മടി മാറ്റിയെടുക്കാം. പിന്നെ എത്ര ശ്രമിച്ചാലും ഇപ്പോഴത്തെ മക്കളാണ് മടി ഉണ്ടാവും, സ്വാഭാവികം. അപ്പം ഞാൻ എല്ലായിടും നല്ല വൃത്തിക്ക് തട്ടി ക്ലീൻ ചെയ്ത് പിന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ലോഷൻ ഓപ്പറേഷൻ നല്ല രീതിക്ക് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ റൂമുകളൊന്നും നിന്ന് തുടയ്ക്കാറില്ല. എൻ്റെ റൂമിനെ നിന്ന് തുടയ്ക്കാറുണ്ട് കേട്ടോ. ബാക്കി റൂമുകളൊന്നും നമ്മൾ തുടയ്ക്കാറില്ല. നമ്മുടെ റൂമിൽ നിന്ന് തുടയ്ക്കാൻ മക്കളുള്ളതുകൊണ്ട് നമ്മൾ അമ്പുടുക്കുട്ടന് പൊടിയും കാര്യങ്ങളൊന്നും പറ്റാത്തത് നമ്മളെന്നും 2 നേരം വെച്ചിട്ട് തന്നെ നമ്മളത് ചെയ്യാറുണ്ട് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാം അതും കൂടെ നമുക്ക് എന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാനും അമ്മയും ജോലിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ മക്കളെ കാര്യങ്ങൾ നോക്കാണ്ടാവും, അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെല്ലായിടും കൂടെ അടിച്ച് തട്ടിയിട്ടുള്ള പൊടിയും ചപ്പും ചവറൊക്കെ ആയിട്ട് ഇത്രയൊക്കെ ചപ്പും ചവറും ഇവിടെ ഉണ്ടോയെന്ന് ഞാനെന്നെ കണ്ടിട്ട് ആ കന്തം വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ കുട്ടപ്പന്മാർ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ സിങ്കും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാണ്. പിന്നെ നമുക്കൊന്ന് പെയിൻറ്റ് അടിക്കണം എന്നൊക്കെ കരുതുന്നുണ്ട്. കാരണം നമ്മൾ വീടാകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പെയിൻറ്റ് അടിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കുമോ എന്തോരോ. അപ്പോൾ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുക കേട്ടോ. പിന്നെ എന്തോ വോയിസ് കൊടുക്കാനൊന്നുമുള്ളൊരു ഇതില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എടുത്ത് വെച്ച വീഡിയോ എല്ലാം ഇട്ടേക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇതാക്കാം. ഞാൻ വോയിസ് എടുത്ത് എന്ന് പോസ്റ്റ് ചെയ്യുന്നു എനിക്കറിയത്തില്ല. ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ കാത്തൊക്കെ വെച്ച് കൊടുത്ത് ഇനി അത് കഴിഞ്ഞ് ഞാൻ ബാത്റൂമും കൂടെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഒരു കുളിയും കൂടെ പാസ്സാക്കിയിട്ട് വന്നേക്ക് കേട്ടോ. എൻ്റെ പൊന്നെ, നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാത്റൂം ഫുള്ള് തേച്ച് ഇറക്കി കഴുകി. പിന്നെ മക്കളെ 2 കുളിപ്പിച്ച് ഞാനും കുളിച്ച് വന്നപ്പോഴേക്ക് ആകെ ചത്തുട്ടോ. എൻ്റെ പൊന്നെ, ബാത്റൂം കഴുകണ ഞാൻ വീഡിയോ എടുക്കാതെന്നതാട്ടോ. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കാം, അല്ലെങ്കിൽ ഞാൻ നീക്കൂല. അപ്പോൾ അതാ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ എത്ര നേരം ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ATM കാർഡ് മിക്കപ്പോഴും ഉണ്ടാവും കേട്ടോ. കാരണം എപ്പോഴാണ് നമ്മളെ ഗൂഗിൾ പേ നമ്മളെ ചതിക്കാന്ന് അറിയത്തില്ല. പിന്നെ ഇതാ ബാഗൊക്കെ തൂക്കിയിട്ട് എല്ലാ റൂമും നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ കുഴങ്ങി വെച്ചാൽ കുറേ കാലത്തിന് ശേഷം ഇത്രയും ഇതിൽ നിൽക്കുന്നത്. ഞാൻ ഒരു 5-6 മാസമായിട്ട് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യാറില്ല. ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വരാറുള്ളൂ. അപ്പോൾ മക്കളിതാ
കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ നേരെ ചോറ് വയ്ക്കുമ്പോൾ ഇനി ഫുഡ് കഴിക്കാതെ ഒരു രക്ഷയില്ലാന്ന് വെച്ചിട്ട് ചോറും സാമ്പാറും വൻപയർ തോരനൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചതാ മക്കളെയും കിടത്തി ഉറക്കിയിട്ട് ഞാനും കിടന്നുറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇവന്മാർ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്മാർ ഉറങ്ങിയിട്ടില്ല, ചെറുത് ഉറങ്ങി, വലിയവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഞങ്ങളുടെ കസർത്തുകൾ. നിങ്ങളെ വീട്ടിലും ഉണ്ടാവില്ല ഇങ്ങനെ പോക്കിരിക്കുമ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ കാണിക്കുന്നത്. എനിക്ക് കണ്ട് 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 പേടിയൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടോ ചേട്ടൻ എന്ത് കാണിക്കുന്നത് അതിനനുസരിച്ച് അങ്ങനെ കാണിക്കുന്നത്. ഇതുപോലെ കുട്ടിക്കുറുമ്പന്മാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് നേരം പോകുന്നത് നമ്മുടെ മനസ്സൊന്ന് കൂളാവണോ നമ്മളറിയില്ലല്ലേ. അപ്പോൾ അതാ ഞങ്ങൾ ഒന്ന് പുറത്ത് പോവാട്ടോ. നമ്മൾ കഴിച്ചിട്ട് തന്നെ ബൺമസ്കയും ഗ്രാനിച്ചായും വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോവുക. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇടണോ വേണ്ടേ എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ അത് ഒരു കുട്ടി ഷോപ്പിങ്ങും കൂടി ആയിട്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങി. അവരെ കൊണ്ട് അങ്ങനെ ഇറങ്ങില്ല. അന്ന് എന്തോ ഒരു ഇത് തോന്നിയിട്ട് അങ്ങനെ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ എനിക്കറിയില്ല, എനിക്കിപ്പോഴും ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ദിവസമായിട്ട് അന്നത്തെ ദിവസം മാറുകയാണ്. എന്താണെന്നറിയില്ല. ഇതിന് ഈ ഞായറാഴ്ച അത് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച ചെയ്ത് നമ്മൾ പറഞ്ഞ ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കെന്തോ ഒട്ടും ഓർക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളെന്തൊക്കെയാണ് വാങ്ങിയിട്ട് പോയത് നമ്മളൊരു സോയാബീൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ബട്ടർ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തിനാന്ന്. പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കും. ഇനി ഇതിൻ്റെ കോലോ നിന്റെ കോലെടുത്ത് തിന്നാ മതി. അങ്ങോട്ട് മാറ്, ഇങ്ങോട്ട് മാറ്. പിന്നെ ഇതാ നമ്മള് ബ്രൗണി വാങ്ങിയിട്ടുണ്ട്. ബണ്ണ് നമ്പൂടോ. നിന്റെ കോല് നീ കടിച്ച് തിന്നിട്ടല്ലേ നമ്പൂട്. ഇത് ഇതല്ല, ഇത് തിന്നോ ഐസ്ക്രീം. അടുക്കളയിൽ പോയി ഇതെടുത്തോ. കഞ്ഞി നമ്മൾ ഈ കുറച്ച് സാധനങ്ങളുണ്ട്. പാലും എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തത് എന്താ പറയുക, ഉപ്പുള്ള ബട്ടറായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതാ തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. ഞാൻ അമ്മേനോട് തല്ലൂടി വന്നിട്ടിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ മുഖത്തിന് ഇത്രയും. കാരണം പിന്നെ ഇതാ അമ്പുളുവിന് ഫോൺ കൊടുത്ത് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല. ഫോൺ കൊടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും എന്തോ നമ്മൾ പഴയ ആ ഒരു ഇതിലേക്ക് തിരിച്ചു വരുമായിരിക്കും അല്ലേ. നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പഴയതുപോലെ തന്നെ നമ്മൾ വരാട്ടെ. അപ്പോൾ നമ്മുടെ അമ്പുടുക്കുട്ടൻ്റെ ഒരു വികൃതിയാണിത്. അമ്മേനെ വെറുതെ ഇട്ട് കടിച്ച് ഇതൊക്കെ എന്തൊരു ഭ്രാന്താന്നറിയോ. ഭ്രാന്തെന്ന് വെച്ചാൽ ചില്ലറ ഭ്രാന്തൊന്നുമല്ല കേട്ടോ. അമ്മോ എന്തിനാന്ന് എനിക്കറിയത്തില്ല. എന്തോ കാര്യത്തിന് അമ്മേനെ പിടിച്ച് വലിച്ചിട്ട് ഇടിച്ച്. അമ്മയാണ് അവൻ്റെ ആകെ കൂടെ ഉള്ളൊരു ഉപദ്രവസ്ഥ. എൻ്റെ അടുത്തേക്കൊക്കെ വന്നാൽ നല്ലോണം കൊടുത്ത് വിടുകയും ചെയ്യും. ഭയങ്കര ഇതാണ്. പക്ഷെ ആൾ ഭയങ്കര സ്നേഹാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. അമ്മാവനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണേ.